നമസ്കാരം. നമസ്തേ. കണ്ണുനീരാവ് കലാകാരന്റെ പാചക കലാകാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. എവിടെയായിരുന്നു? എത്ര ദിവസം എന്നോട് എല്ലാവരും പട്ടിണി കിട്ടിട്ട് അവിടെ പോയേക്കുമായിരുന്നു. എല്ലാവരും ചോദിച്ചു. 6-7 ദിവസമായിട്ട് ചോറും തൈരും ചോറും നെയ്യും മാത്രം കൂട്ടി കഴിക്കുമായിരുന്നു. വെണ്ടയ്ക്ക് മപ്പാസൊക്കെ ആലോചിച്ചു. ഞാൻ ഉണ്ടാക്കിയതാ. പാവം എന്റെ അച്ഛൻ പണിയെടുത്ത് ക്ഷീണിച്ചു ഒരാഴ്ച. ചെറിയ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ കാരണം എന്റെ ചങ്കുകളും ഒത്തിരി കൂട്ടാനുണ്ടാക്കാനും പാപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. കണ്ട കാലം ഞാൻ ഉണ്ടാക്കിയതൊക്കെ വെറുതെ. കുറച്ച് വിശേഷങ്ങളുണ്ട്, അത് പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോഴും പറയൂലേ? കണ്ണേട്ടൻ പറയുന്ന നാളെ പറയുന്നതാണ് എല്ലാ ദിവസവും. തീരുമാനത്തിലേക്ക് എത്തട്ടെ. അതെ, മിക്കവാറും തിങ്കളാഴ്ച പറയുന്നതായിരിക്കും. എന്തായാലും കല്യാണം കഴിക്കാറായിട്ടില്ല കുട്ടി, അത് ഞാൻ പറഞ്ഞല്ലോ. സമയമുണ്ട് ഇഷ്ടംപോലെ. അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കുകൾ, ഒരു ഭയങ്കര സന്തോഷമുള്ള, ഭയങ്കര എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നല്ല സന്തോഷമുള്ള വിശേഷം അത് തിങ്കളാഴ്ച പറയാം നമുക്ക്. തിങ്കളാഴ്ച നല്ല ദിവസം. തിങ്കളാഴ്ച നല്ല ദിവസം. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഞാൻ ഇന്ന് എളുപ്പത്തില് ഞാൻ അവിടെ വന്നപ്പോ ഒരു പച്ചക്കറിയില്ല, ആകെ 5 വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ. അതെ, വെണ്ടയ്ക്ക മപ്പാസിന് വെണ്ടയ്ക്ക വെച്ചു. ഞാനുണ്ട്, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് അമ്മയും മക്കളും പോയേക്കായിരുന്നു. മോശമായി പോയ, വളരെ മോശമായി പോയി. അപ്പോ ഈസി ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടാവട്ടെ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ, വെറുതെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അല്ല, ഇത് പാറുണ്ടാക്കുന്ന പാറു സ്റ്റൈൽ. വെണ്ടയ്ക്ക വേണം, ഉള്ളി വേണം, കായം വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം, നമ്മുടെ സാധാരണ അവിയലിന് അരക്കുന്ന ജീരകം വേണം. കായം എന്റെ വയറ്റിൽ ഒച്ച വരെ കേട്ടു തുടങ്ങി. രാവിലെ എനിക്ക് ഇതുവരെ എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ജീരകം ആദ്യം ചേർക്കാം. ജീരകം പൊട്ടട്ടെ. കടുക് വേണ്ട അല്ലേ? കടുക് വേണ്ട. ഇത് 2 വറ്റൽ മുളക് എടുത്തോളാം. അച്ഛന്റെ സ്പെഷ്യൽ മുളക് കേട്ടോ. അതെ അതെ, വേഗം വരും കരിയരുത്. ഉള്ളി ഇടാം. ഉള്ളി സൂപ്പർ. ഇതിന് ഉള്ളി തന്നെ ചേർത്താലാണ് അതിന്റെ ഒരു തീർച്ചയായും സ്വാദ് കറക്റ്റ് കിട്ടാം. ഇട്ടോളൂ. 4 ഒന്നും വേണ്ട, ഇട്ടോളൂ. എരിവുണ്ടാവും. മതി. സൂപ്പർ. ആകെ 5 വെണ്ടയ്ക്ക വെച്ചിട്ട് എന്തിനാ അതിന് മാത്രം. കറിവേപ്പില. നമ്മൾ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയിൽ വ്യത്യാസമുള്ള ഒരു സ്വാദാണ്. ഉള്ളി ഒന്ന് നോക്കട്ടെ. ഈ ശുക്രോ ഉള്ളി മൂക്കട്ടെ. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പൊ ഉള്ളി പെട്ടെന്ന് മൂക്കുമല്ലോ. അതെ, ഏതിന്റെ മുകളിലേക്ക് അടിക്കാൻ ആദ്യം പുറത്തിരിക്കാൻ പാടില്ല. എന്റെ മോത്തിരിക്കാട്ടോ. അതാണ്. ഓ, കോളേജൊക്കെ തുറക്കാറായി. കെട്ടിങ്ങടാക്കിട്ട് പോവാറായിട്ടില്ല അല്ല പൊന്ന. വീണ്ടും എന്താ പറയാ, മദിരാശിയുടെ മണലാരണ്യങ്ങളിൽ കൂടെ നടക്കണം ഹൃദയത്തിലേക്ക്. സത്യം പറഞ്ഞ നമുക്ക് അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ. വെണ്ടയ്ക്ക ചേർക്കാം. കൂട്ടുകാരും ഷെഫും അതൊക്കെ വിളിക്കാറുണ്ട. മുംബൈക്ക് പോയേക്കാം. ജൂൺ 10 വരെ മുംബൈയിലേക്ക് പോയി. എല്ലാവരും നാട്ടിൽ പോയി. എന്തായാലും പുതിയ റൂമേറ്റും വരുന്നുണ്ട്. അതിന് ഇവളുടെ റൂമിൽ ഇപ്പൊ ആളുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് മരിച്ചോണ്ടിരിക്കുന്നു. പഴയ ചേച്ചിയോടെ പോയി. പഴയ ചേച്ചി വല്ലപ്പോഴൊക്കെയല്ലേ വരാറില്ല. അതോടെ ഇപ്പോഴാള് വരുന്നുണ്ടല്ലോ. അല്ല, ആ ചേച്ചി മാറിപ്പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ പുതിയ ആളെ എടുക്കണേ. മറ്റേ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം 10 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ അടക്കി ആ റൂമ് ഭരിച്ചോണ്ടിരിക്കുന്നു. അത് തീർന്നു ഉപകാരി. മറ്റേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിധാനിച്ച് 2 ബെഡ്. എന്റെ ബെഡില് ഞാൻ കിടക്കേണ്ട, ഇപ്പുറത്തെ ബെഡില് ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഇങ്ങനെയിട്ടേക്കാം. പിന്നെ അതൊക്കെ വൃത്തിയാക്കി വെക്കണം. അലമാരി ഉള്ളത് പകുതി ഫിക്സ് ചെയ്ത് കൊടുക്കണം. മറ്റൊരു ഫുള്ള് എനിക്കായിരുന്നു. ഇങ്ങനെ ഇടും, മടക്കിയൊക്കെ അതുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വൃത്തിയാക്കി വെക്കണം. പണിയാണ്. നോക്കട്ടെ എന്തായി അമ്മ മോള് കൂടി ശരിയാ ആയിക്കൊണ്ടിരിക്കണോ. ഇനി ഇതിൽ ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ ഉള്ളിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കി ഉപ്പ് ഉപ്പ്, കായം പൊടി. നീ കൈയോടില്ല പോരാ. മതി 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 മതി. ഒരല്പം കായവാസനയ്ക്ക് ചേർക്കട്ടെ. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. മുളക് പൊടി ചേർത്തോട്ടാ, ഞാൻ അടുത്തേക്ക് വരാൻ വൈകി. മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ഇത്രേ ഉള്ളൂ. സിമ്പിൾ, ഹമ്പിൾ. സ്വാദിഷ്ടമായിട്ടുള്ള മുറുമുറാന്നുള്ള വെണ്ടക്ക ചോറുണ്ടാന്നാ വേഗാവട്ടെ. സിമ്പിൾ ഇടാ, മൊരിച്ച് എടുക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. പറയേ, പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ.